محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون فبلغ الرسالة وأدى الأمانة ونصح الأمة وجاهد في سبيل الله حق جهاده وتركنا على المهجة البيضاء ليلها كنهارها لا يزيغ عنها إلا هالك وصلوات الله ربي عليه وعلى آله وأصحابه الطيبين الطاهرين وسلم تسليما مزيدا إلى يوم الدين. أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. ബഹുമാന്യരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, അല്ലാഹുവിന്റെ പരിശുദ്ധമായ ദീനനുസരിച്ചുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അയച്ച റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ, അധ്യാപനങ്ങൾ അനുസരിച്ചുകൊണ്ട് അള്ളാഹുവിനെ ഭയപ്പെട്ട് തഖ്വ ചെയ്ത് ജീവിക്കണേ എന്ന് ആദ്യമായി ഉണർത്തുകയാണ് റബ്ബ് സുബ്ഹാനഹു വ തആല. അത്തരം ഭാഗ്യവാന്മാരിൽ, സ്വർഗവാസികളിൽ നമ്മെയും നമ്മുടെ മാതാപിതാക്കളെയും ഭാര്യ സന്താനങ്ങളെയും കുടുംബാദികളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതിന്റെ ശുറൂത്തുകളാണ് നമ്മൾ മനസ്സിലാക്കി വന്നിരുന്നത്. കാരണം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നത് സ്വർഗത്തിന്റെ കവാടം, അത് തുറക്കുന്നതിനുള്ള താക്കോലാണ്. ആ താക്കോലിന്റെ കുളുത്തുകൾ, അതിന്റെ പല്ലുകളാണ്, അതിന്റെ അസ്നാനുകളാണ്, അതിന്റെ ശുറൂത്തുകൾ, അതിന്റെ നിബന്ധനകൾ എന്ന് നമ്മൾ ആദ്യമേ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ 3 നിബന്ധനകളെ സംബന്ധിച്ച്, 3 ഷർത്തുകളെ സംബന്ധിച്ച് നമ്മൾ പറഞ്ഞു. അത് നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാകും. 4ാമതായി പണ്ഡിതന്മാർ പറഞ്ഞു തരുന്നത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നത്, ഈ 4ാമത്തെ ഈ ഷർത്ത് അടക്കം 7 ഷർത്തുകൾ, അത് അനുസരിച്ചുകൊണ്ട് ജീവിക്കുന്നവന് സ്വർഗമുണ്ട്. ദുനിയാവിൽ എത്ര പ്രയാസപ്പെട്ട് അവൻ ജീവിച്ചാലും, എത്ര ബുദ്ധിമുട്ടിലാണെങ്കിലും, എത്ര പരിങ്ങലിലാണെങ്കിലും, എത്ര ദാരിദ്ര്യത്തിലാണെങ്കിലും, എന്ത് പ്രയാസത്തിലാണെങ്കിലും അവൻ മരണത്തോടുകൂടി അവൻ രക്ഷപ്പെട്ടു, അവൻ സ്വർഗത്തിലേക്കാണ് എന്ന് പണ്ഡിതന്മാർ ഉറപ്പിച്ചു പറഞ്ഞ 7 കാര്യങ്ങൾ. അതിൽ 4ാമത്തേത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ഹദീസിൽ നിന്ന് പണ്ഡിതന്മാർ പറഞ്ഞു തരുന്ന കാര്യം. അനസ് ഇബ്നു മാലിക് ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസാണ്. മാ മിൻ അഹദിൻ, നിങ്ങൾ ഒരാളും തന്നെയില്ല, യശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹു വ അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ്, അല്ലാഹു അവനല്ലാതെ ഒരു ഇലാഹുമേ ഇല്ല എന്ന് സാക്ഷ്യം വഹിക്കുകയും വ അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ്, മുഹമ്മദ് ആ അല്ലാഹു തആല അയച്ച ദൂതനാണ്, ദീന് പഠിപ്പിക്കുന്നതിന് വേണ്ടി, സ്വർഗത്തിലേക്കുള്ള വഴി പഠിപ്പിക്കുന്നതിന് വേണ്ടി ലോകത്തിന്റെ തമ്പുരാനായ, ലോകത്തിന്റെ നാഥനായ, യജമാനനായ, സൃഷ്ടാവും സംരക്ഷകനുമായ അല്ലാഹു അയച്ച റസൂലും നബിയുമാണ് മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് ഒരാൾ സാക്ഷ്യം വഹിച്ചാൽ, എങ്ങനെ സിദ്ഖൻ മിൻ ഖൽബി, തന്റെ കൽബിൽ സത്യസന്ധമായ നിലക്ക്
സിദ്ഖോട് കൂടി. ഈ സിദ്ഖ് ആണ് നാലാമത്തെ ഷർത്ത്. 3 ഷർത്തുകൾ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാകും. നാലാമത്തെ ഷർത്ത് സിദ്ഖാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന വാചകത്തോട്, കലിമത്ത് തൗഹീദിനോട് സിദ്ഖ് ഉണ്ടെങ്കിൽ, സിദ്ഖോട് കൂടിയാണ് അവിടെ പറയുന്നതെങ്കിൽ, ഇല്ലാ ഹറമഹുല്ലാഹു അലന്നാർ, നരകത്തിന് അവനെ അല്ലാഹ് നിഷിദ്ധമാക്കും. നരകത്തിന് തൊടാൻ നരകത്തിന് കഴിയില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി ഇമാം ബുഖാരി ഉദ്ധരിച്ചിട്ടുള്ള ഹദീസാണ്. അപ്പോൾ സിദ്ഖ് വേണം. സിദ്ഖ് ഉണ്ടോ? നേരത്തെ പറഞ്ഞ 3 കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ട്. ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉണ്ട്, പക്ഷെ സിദ്ഖ് ഉണ്ടോ? ആ ലാ ഇലാഹ ഇല്ലല്ലാഹയോട്, ആ മുഹമ്മദ് റസൂലുള്ളാഹിയോട് നമ്മുടെ ജീവിതം കൊണ്ട് സിദ്ഖ് ഉണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കണം. ഖുർആൻ ധാരാളം സ്ഥലങ്ങളിൽ ഈ കാര്യത്തെ വളരെ ഗൗരവത്തോടു കൂടി ഉണർത്തിയത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. വളരെ ഗൗരവത്തോടെ സൂറത്തുൽ അൻകബൂത്തിന്റെ 2-3 ആയത്തുകളിൽ ഖുർആൻ ചോദിക്കുന്നുണ്ട്, അഹസിബന്നാസ്, മനുഷ്യരെ നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ, അയ്യുറക്കൂ, നിങ്ങൾ വിടപ്പെടുമെന്ന്, നിങ്ങൾ അങ്ങനെ വെറുതെ വിടപ്പെടും എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? അയ്യഖൂലു ആമന്നാ വഹും ലാ യുഫ്തനൂൻ, ആമന്നാ, ഞങ്ങൾ വിശ്വാസികളാണ്, ഞങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് ആളുകളാണ്, ഞങ്ങൾ തൗഹീദിന്റെ ആളുകളാണ്, ഞങ്ങൾ ഈമാനിന്റെ ആളുകളാണ്, ഞങ്ങൾ ഇസ്ലാമിന്റെ ആളുകളാണ്. അയ്യഖൂലു, അത് നീ നിന്റെ വായ കൊണ്ട് പറഞ്ഞത് കൊണ്ട്, അയ്യുറക്കൂ, നീ അങ്ങനെ സ്വർഗത്തിലേക്ക് വിടപ്പെടും എന്ന് നീ വിചാരിക്കുന്നുണ്ടോ? വഹും ലാ യുഫ്തനൂൻ, ഫിത്നകൾക്ക് വിധേയമാക്കപ്പെടാതെ, പരീക്ഷണങ്ങൾക്ക് വിധേയമാക്കപ്പെടാതെ, ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ്, ആമന്നാ, ഞങ്ങൾ വിശ്വാസികളാണ്, മുസ്ലിങ്ങളാണ്, എന്റെ ബാപ്പ മുസ്ലിമാണ്, എന്റെ ഉമ്മ മുസ്ലിമാണ്, എന്റെ ഭാര്യ മുസ്ലിമാണ്, എന്റെ മക്കൾ മുസ്ലിമാണ്, രജിസ്റ്ററിൽ, ഇന്ത്യ രാജ്യത്തിന്റെ രജിസ്റ്ററിൽ മുസ്ലിമിന്റെ കോളത്തിൽ, ഇസ്ലാമിന്റെ കോളത്തിൽ എന്റെ പേരുണ്ട് എന്ന് പറഞ്ഞത് കൊണ്ട് പരീക്ഷിക്കപ്പെടാതെ, അവന്റെ ഇസ്ലാം, അവന്റെ ഈമാൻ, അവന്റെ തൗഹീദ്, അവന്റെ ദീൻ, അവന്റെ സുന്നത്ത്, അവന്റെ ജീവിതം, അത് പരീക്ഷിക്കപ്പെടാതെ സ്വർഗം നിങ്ങൾക്ക് ലഭിക്കും എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? മനുഷ്യരെ, നിങ്ങളെ മാത്രം സൗജന്യമായിട്ട് വിടാൻ എന്താണ് അതിന്റെ പ്രത്യേകത? വലഖദ് ഫത്തന്നല്ലദീന മിൻ ഖബ്ലിഹിം, നിങ്ങൾക്ക് മുമ്പുള്ളവരെ അല്ലാഹു തആല ഫിത്നകളിൽ അകപ്പെടുത്തിയിട്ടുണ്ട്. ഫിത്നകൾ ഉണ്ടായിട്ടുണ്ട്, പരീക്ഷണങ്ങൾ ഉണ്ടായിട്ടുണ്ട്, പ്രയാസങ്ങൾ ഉണ്ടായിട്ടുണ്ട്, ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ട്, യുദ്ധങ്ങൾ ഉണ്ടായിട്ടുണ്ട്, കൊലപാതകങ്ങൾ ഉണ്ടായിട്ടുണ്ട്, പീഡനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ദീനിന്റെ പേരിലുള്ള എല്ലാ പ്രശ്നങ്ങളും, എല്ലാ പ്രയാസങ്ങളും നിങ്ങൾക്ക് മുമ്പുള്ളവർക്കും ഉണ്ടായിട്ടുണ്ട്. നിങ്ങൾ ചരിത്രം പരിശോധിച്ചു നോക്കൂ. അങ്ങനെയാണ് അല്ലാഹു തആല തിരിച്ചറിയ ആരാണ് യഥാർത്ഥത്തിൽ അത് സിദ്ഖുള്ള ആളുകൾ ആരാണ്. ആ പറഞ്ഞ മുസ്ലിമാണ്, മുഅ്മിനാണ്, തൗഹീദിന്റെ ആളാണ് എന്ന് ഞാൻ പറഞ്ഞതിൽ അത് സിദ്ഖുള്ള ആരാണ്. സത്യസന്ധമായിട്ട് പ്രയാസം വരുമ്പോൾ അറിയാൻ പറ്റുള്ളൂ. യഥാർത്ഥത്തിലുള്ള നമ്മുടെ കൂട്ടുകാരന്മാരെ പറ്റിയൊക്കെ വലിയ വർത്താനങ്ങളൊക്കെ പറയും. യഥാർത്ഥ കൂട്ടുകാരനെ അറിയണമെന്നുണ്ടെങ്കിൽ പ്രയാസങ്ങൾ വരണം, ബുദ്ധിമുട്ട് വരണം, പൈസ ഇല്ലാത്ത പ്രയാസങ്ങളുള്ള ഒരു സമയം വരണം. അപ്പോ എന്റെ യഥാർത്ഥ കൂട്ടുകാരന്മാര് ആരാണെന്ന് അറിയാൻ പറ്റും എന്നൊക്കെ ഇങ്ങനെ ദുഃഖ സ്റ്റാറ്റസ് ഇടുന്ന ആളുകളെ കാണാനായിട്ട് സാധിക്കും. ശരിയാണ്. അള്ളാഹുവിനോട് പറഞ്ഞ ഞാൻ മുസ്ലിമാണ്, മുഅ്മിനാണ് എന്ന കാര്യം അത് പരീക്ഷിച്ചറിയണമെങ്കിൽ, അത് സത്യമാണ് എന്നറിയണമെങ്കിൽ ജീവിതത്തിൽ പ്രയാസങ്ങൾ ഉണ്ടാകണം. ആ ദീന് മുറുകെ പിടിച്ചതിന്റെ പേരിൽ ബുദ്ധിമുട്ടുണ്ടാകണം. ദീനിന്റെ, ഇസ്ലാമിന്റെ, ഈമാനിന്റെ, തൗഹീദിന്റെ അടിസ്ഥാനത്തിൽ ജീവിച്ചതിന്റെ പേരിൽ പ്രയാസങ്ങൾ ഉണ്ടാകണം. അപ്പൊ നമുക്ക് തോന്നും ഈ ദീൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്, ഈ തൗഹീദ് ഇച്ചിരി ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ജനങ്ങൾക്ക് സൗകര്യപ്രദമായ ഒരു തൗഹീദ് നമുക്ക് ഉണ്ടാക്കാം, ജനങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ദീന് നമുക്ക് ഉണ്ടാക്കാം. അവര് നീയൊന്ന് സോപ്പിട്ടിരുന്നെങ്കിൽ, നീയൊന്ന് സുഖിപ്പിച്ചിരുന്നെങ്കിൽ, ദഹ്ന എന്ന് പറഞ്ഞ എണ്ണടല എന്തിനാ? ഒരു മയം കിട്ടാനാ. നീയൊന്നൊരു സോഫ്റ്റ് കാണിച്ചിരുന്നുവെങ്കിൽ, നീയൊന്ന് ഈ പറയുന്ന തൗഹീദിൽ, നിന്റെ ഈമാനിൽ, നിന്റെ ഇസ്ലാമിൽ ഒരൽപ്പം അയവ് കാണിച്ചിരുന്നെങ്കിൽ, ഒരു മയം കാണിച്ചിരുന്നെങ്കിൽ, അവരും നിന്നോട് മയം കാണിക്കുമായിരുന്നു എന്ന് സൂറത്തുൽ ഖലമിന്റെ തുടക്കത്തിൽ തന്നെ അല്ലാഹു തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുന്നുണ്ട്.
നമ്മളൊന്നും ആദ്യമില്ല. ജനങ്ങൾക്ക് സൗകര്യപ്രദമായ തൗഹീദിലാണ്. നമുക്ക് ചാരങ്ങൾ വേണം, നമുക്ക് നേർച്ചകൾ വേണം, നമുക്ക് പൂരങ്ങൾ വേണം. ഹൈന്ദവ സമൂഹങ്ങൾക്ക്, ഹൈന്ദവ സഹോദരങ്ങൾക്ക് അവരുടെ അമ്പലങ്ങളിൽ ആനകൾ വേണം, മറ്റ് ചെണ്ടകൾ വേണം, മറ്റു പല കാര്യങ്ങൾ അതേപോലെ നമുക്കും വേണം. അതേ ആനകൾ അവിടെ 5 ആനകൾ ഉണ്ടെങ്കിൽ മുസ്ലിം പള്ളിയിൽ 10 ആനനെ കൊണ്ടുവരണം. അവിടെ ചെണ്ടയുണ്ടെങ്കിൽ ഇവിടെയും ചെണ്ട കൊണ്ടുവരണം. അവിടെ മൃതകമുണ്ടെങ്കിൽ ഇവിടെയും അത് കൊണ്ടുവരണം. അവിടെ ആളുകൾ തുള്ളുന്നുണ്ടെങ്കിൽ നമ്മുടെ മുസ്ലിം യുവാക്കളും പള്ളികൾക്ക് ചുറ്റും, അതുപോലെ ഖബറിന് ചുറ്റും പോലും മരിച്ചു കിടക്കുന്ന ഖബറാളിയുടെ ഒരു സ്ഥലം കൊണ്ടുവന്നിട്ട്, ജാറം കൊണ്ടുവന്നിട്ട്, ആസാറുകൾ മസാറുകളൊക്കെ കൊണ്ടുവന്നിട്ട് ഖബർസ്ഥാനിൽ കിടന്ന് തുള്ളുന്ന ആളുകൾ, ആനകളെ കൊണ്ട് മനുഷ്യന്മാരെ എടുത്ത് വലിച്ചെറിയുന്ന അത്തരത്തിൽ ആളുകളെ കൊണ്ട്, ഇതര സമുദായങ്ങളെ കൊണ്ട് പറയിപ്പിക്കുന്ന തരത്തിലുള്ള കാര്യങ്ങൾ നമുക്കും വേണം എന്ന് ആഗ്രഹിക്കാനുള്ള കാരണം, അതൊന്നും വേണ്ട എന്ന് പറഞ്ഞാൽ, അതൊന്നും ശരിയല്ല എന്ന് പറഞ്ഞാൽ, അതൊക്കെ അല്ലാഹുവിന് ഇഷ്ടപ്പെടാത്ത പ്രവൃത്തിയാണെന്ന് പറഞ്ഞാൽ ജനണ്ടാവൂല. ജനങ്ങൾക്ക് അതാണ് വേണ്ടത്. ജനങ്ങൾക്ക് ഖുർആൻ വേണ്ട, ജനങ്ങൾക്ക് സുന്നത്ത് വേണ്ട, പ്രവാചകന്മാരുടെ ചര്യകൾ വേണ്ട, പ്രവാചകൻ പഠിപ്പിച്ച ഹദീസുകൾ വേണ്ട, നമസ്കാരം വേണ്ട, പള്ളി വേണ്ട, ഹദീസുകൾ വേണ്ട, ശരിയായ ജീവിത നടപടികളൊന്നും വേണ്ട. ജനങ്ങൾക്ക് വേണ്ടത് ആനകളാണ്, ജനങ്ങൾക്ക് വേണ്ടത് അമ്പാരികളാണ്, ജനങ്ങൾക്ക് വേണ്ടത് ഇതുപോലുള്ള ഗാനമേളകളും അതുപോലുള്ള തുള്ളാൻ കഴിയുന്ന കാര്യങ്ങളാണ് ജനങ്ങൾക്ക് വേണ്ടത്. ജനങ്ങൾക്ക് പരിശുദ്ധമായ ദീന് ആവശ്യമില്ല. അതുകൊണ്ട് നമ്മുടെ മുസ്ലിയാക്കന്മാര്, നമ്മുടെ പുരോഹിതന്മാര് അതനുസരിച്ചുകൊണ്ട് ദീൻ അങ്ങനെ ആക്കി വെച്ചു. അല്ലാഹു സുബ്ഹാനഹു വ തആല പരീക്ഷിക്കുക തന്നെ ചെയ്യും. എന്നിട്ട് അവരറിയും, അല്ലദീന സ്വദഖൂ, ജീവിതം കൊണ്ട് നിങ്ങൾ പറഞ്ഞ തൗഹീദ്, നിങ്ങൾ പറഞ്ഞ ഈമാൻ, നിങ്ങൾ പറഞ്ഞ ഇസ്ലാം, നിങ്ങൾ പറഞ്ഞ സുന്നത്ത്, അത് ജീവിതത്തിൽ ആരാണ് സ്വാംശീകരിക്കുന്നത്, ആരാണ് ജീവിതത്തിൽ സ്വീകരിക്കുന്നത്, ജീവിതം കൊണ്ട് സത്യപ്പെടുത്തുന്നത് എന്ന് അല്ലാഹു തആല പരീക്ഷിച്ച് അറിയുക തന്നെ ചെയ്യും. വലയഅലമന്നൽ കാദിബീൻ, കള്ളന്മാർ ആര് എന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല അറിയും. ഇത് അല്ലാഹുവിന്റെ സുന്നത്താണ്, അള്ളാഹുവിന്റെ നടപടിയാണ്. നമ്മൾ എങ്ങനെ പരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പോഴേ നമ്മൾ സ്വിദത്തിന്റെ ആളുകളാണോ എന്ന് അപ്പോഴേ തിരിച്ചറിയുകയുള്ളൂ. ഇന്നമൽ മുഅ്മിനൂന അല്ലദീന ആമനു ബില്ലാഹി വറസൂലിഹി, തീർച്ചയായും മുഅ്മിനീങ്ങൾ ഇനി പറയുന്ന കൂട്ടർ മാത്രമാണ്. ഇന്നമൽ മുഅ്മിനൂൻ, ഇനി പറയുന്ന കൂട്ടർ മാത്രമാണ്. അല്ലദീന ആമനു ബില്ലാഹി വറസൂലിഹി, അല്ലാഹുവിനെയും റസൂലിനെയും വിശ്വസിച്ച ആളുകൾ. സുമ്മലം യർതാബു, ആ കാര്യത്തിൽ പിന്നീട് ഒരു സംശയവുമില്ലാത്ത ആളുകൾ. വജാഹദു ബിഅംവാലിഹിം വഅൻഫുസിഹിം ഫീ സബീലില്ലാഹ്, 2 കാര്യങ്ങൾ പ്രത്യേകിച്ച് പറഞ്ഞു. വജാഹദു, ജിഹാദ് തന്നെ ചെയ്യണം, ത്യാഗനിർഭരമായ പ്രവർത്തനങ്ങൾക്ക് ഇറങ്ങണം. എന്തുകൊണ്ട്? ബിഅംവാലിഹിം, നിങ്ങളുടെ സ്വന്തം പണം കൊണ്ട്, സ്വന്തം സമ്പത്ത് കൊണ്ട്, വഅൻഫുസിഹിം, സ്വന്തം ശരീരം കൊണ്ട്, സ്വന്തം ശരീരം കൊണ്ടും സ്വന്തം പണം കൊണ്ടും ഫീ സബീലില്ലാഹ്, അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ ത്യാഗനിർഭരമായ പ്രവർത്തനങ്ങൾ ചെയ്യുന്ന ആളുകൾ ആരാണോ, ഉലൈക ഹുമുസ് സ്വാദിഖൂൻ, അവർ മാത്രമാണ് സ്വാദിഖീങ്ങൾ. അവർ മാത്രം. ഇതൊരു അരിപ്പയാണ്, ഇതൊരു മാനദണ്ഡമാണ്. സ്വന്തം പൈസ കൊണ്ട്, സ്വന്തം സമയം കൊണ്ട്, സ്വന്തം അധ്വാനം കൊണ്ട്, സ്വന്തം ശരീരം കൊണ്ട് അള്ളാഹുവിന്റെ മാർഗത്തിൽ പണിയെടുക്കുന്നതാരാണ്, അള്ളാഹുവിന്റെ മാർഗത്തിൽ നിലനിൽക്കുന്നതാരാണ് എന്ന് തിരിച്ചറിയുന്നത് ആര് എന്ന് അള്ളാഹ് കണ്ടറിയുക തന്നെ ചെയ്യും. ഇന്നമൽ മുഅ്മിനൂൻ, അവർ മാത്രമാണ് മുഅ്മിനീങ്ങൾ. ഉലൈക ഹുമുസ് സ്വാദിഖൂൻ, അവരാണ് സ്വാദിഖീങ്ങൾ. നമ്മളെ ആലോചിച്ചാൽ മതി. നമ്മളെ ആലോചിച്ചാൽ, ഞാൻ എന്നെ ആലോചിച്ചാൽ മതി. എത്ര പണം അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി ഞാൻ കൊടുക്കുന്നുണ്ട്, എത്ര സമയം അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി ഞാൻ കൊടുക്കുന്നുണ്ട്, എത്ര എന്റെ ശരീരം, എന്റെ അധ്വാനം എത്ര ദീനിന് വേണ്ടി, തൗഹീദിന് വേണ്ടി, ഈമാനിന് വേണ്ടി, സുന്നത്തിന് വേണ്ടി, ഖുർആനിന് വേണ്ടി, ഹദീസുകൾക്ക് വേണ്ടി, പ്രവാചകന്റെ ചര്യകൾക്ക് വേണ്ടി എത്ര സമയം ഞാൻ കൊടുക്കുന്നുണ്ട്, എത്ര പൈസ ഞാൻ കൊടുക്കുന്നുണ്ട്, എത്ര ഞാൻ അധ്വാനിക്കുന്നുണ്ട് എന്ന് നമ്മൾ ഓരോരുത്തരും നമ്മളെ പറ്റി തീരുമാനിക്കുക. നമ്മുടെ ഖബറിൽ നമ്മൾ മാത്രം ഉണ്ടാവും. മറ്റോൻ ചെയ്യുന്നില്ല, അവൻ ചെയ്യുന്നില്ല, ഇവനില്ല, അവളില്ല, അവൻ വരുന്നില്ല, ഇവൾ വരുന്നില്ല, നോക്കിയിട്ട് കാര്യമില്ല. നമ്മൾ നമ്മുടെ കാര്യം നോക്കുക. തന്റെ സമ്പത്തിൽ നിന്ന്, തന്റെ വീടുകളിൽ നിന്ന് അന്യായമായി പുറത്തിറങ്ങേണ്ടി വന്ന ആളുകൾ, അന്യായമായി അവരെ നാടുകളിൽ നിന്ന് ദ്രോഹിച്ചിറക്കപ്പെട്ട ആളുകൾ, മുഹാജിരിങ്ങളെ പോലുള്ള ആളുകൾ, അവര് ഫുഖറാക്കളാണ്, പാവങ്ങളാണ്. അല്ലാഹുവിന്റെ ഫള്, അതാണ് എനിക്ക് വേണ്ടത്. അള്ളാഹുവിന്റെ ഔദാര്യം, അതാണ് എനിക്ക് വേണ്ടത്. വലിയ അള്ളാഹുവിന്റെ സംതൃപ്തി നാട്ടുകാരുടെ സംതൃപ്തിയല്ല, ജനങ്ങളുടെ സംതൃപ്തിയല്ല, ഭൗതികമായ വിഭവങ്ങളൊന്നുമല്ല.
അല്ലാഹുവിനെയും അല്ലാഹുവിന്റെ റസൂലിനെയും സഹായിക്കുകയും ചെയ്ത ആളുകൾ. അതെങ്ങനെ സഹായിക്കുന്നത്? നമ്മൾ ആലോചിക്കാം. അല്ലാഹുവിനെയും അല്ലാഹുവിന്റെ റസൂലിനെയും സഹായിക്കുകയും ചെയ്ത ആളുകൾ മുഹാജിരീങ്ങൾ. ഉലൈക ഹുമുസ് സ്വാദിഖൂൻ. അവര് മാത്രമാണ് സ്വാദിഖീങ്ങൾ, അവര് മാത്രമാണ് സിദ്ദിഖിന്റെ ആളുകൾ, അവര് മാത്രമാണ് അല്ലാഹുവിനെയും അല്ലാഹുവിന്റെ റസൂലിനെയും സഹായിക്കണം. ഇന്ന് ദീനിനെ സഹായിക്കുന്നവർ, തൗഹീദിനെ സഹായിക്കുന്നവർ, സുന്നത്തിനെ സഹായിക്കുന്നവർ, തൗഹീദും സുന്നത്തും ഖുർആനും നാട്ടിലും അവനവന്റെ ജീവിതത്തിലും അവനവന്റെ വീട്ടിലും നാട്ടിലും പള്ളിയിലും മഹല്ലിലും ഉണ്ടാകാൻ വേണ്ടി പരിശ്രമിക്കുന്ന ആളുകൾ. നമുക്കവിടെ സമയം അതിനുവേണ്ടി ചെലവഴിക്കാൻ നമുക്കവിടെ സമയം എവിടെ? നമ്മൾ ആലോചിക്കണം. അവർ മാത്രമാണ് സത്യവാന്മാർ. അല്ലാഹു തആല പറയും ഖിയാമത്ത് നാളിൽ ഹാദാ യൗമു ലാ യൻഫഉ സ്സാദിഖീന സിദ്ഖുഹും. സത്യവാന്മാരുടെ സത്യസന്ധത പ്രയോജനപ്പെടുന്ന ദിവസമാണിത്. സ്വാദിഖീന സിദ്ഖുഹും. അവരുടെ സിദ്ഖ് ദുനിയാവിൽ ഉപകാരം ഉണ്ടാവൂല. ദുനിയാവിൽ ആരും കൈയടിക്കാനുണ്ടാവൂല, ലൈക്ക് അടിക്കാനുണ്ടാവൂല, ഷെയർ ചെയ്യാനുണ്ടാവൂല, പ്രചരിപ്പിക്കാനുണ്ടാവൂല, പ്രബോധനത്തിനുണ്ടാവൂല, കൂടെ ഉണ്ടാവൂല, ആരും ഉണ്ടാവൂല. സത്യവാന്മാരുടെ കൂടെ ആരും ഉണ്ടാവുകയില്ല. അവരുടെ സത്യസന്ധത, ദീനിനു വേണ്ടി അവർ ശ്രമിച്ച ത്യാഗങ്ങൾ എപ്പോൾ അവർക്ക് ഉപകാരപ്പെടും? അല്ലാഹു പറയും ഹാദാ യൗമു യൻഫഉ സ്സാദിഖീൻ. ഈ ദിവസം ഭൂമിയിൽ വെച്ചുകൊണ്ട് നിങ്ങൾ എന്റെ ദീനിന് വേണ്ടി കഷ്ടപ്പെട്ടില്ലേ? എന്റെ ദീനിന് വേണ്ടി തൗഹീദ് ഉണ്ടാകുന്നതിന് വേണ്ടി ഓടി നടന്നില്ലേ? മനുഷ്യന്മാരെ നമ്മൾ ആലോചിക്കണം. ഇന്ന് നമ്മൾ ആരോട് ദീൻ പറഞ്ഞു? തൗഹീദിന് വേണ്ടി നമ്മൾ ആരോട് സംസാരിച്ചു? ഇന്നലെ ആരോട് സംസാരിച്ചു? മിനിയാന്ന് ആരോട് സംസാരിച്ചു? കഴിഞ്ഞ ആഴ്ച ആരോട് സംസാരിച്ചു? ആരുടെ വീട്ടിൽ പോയി? ആരുടെ കടയിൽ പോയി? ഏത് സഹോദരനെ പോയി? ഏത് സഹോദരിയെ പോയി കണ്ടു? ദീൻ പറയാൻ വേറെ ഒന്നുമല്ല, വേറെ ഒരു ദുനിയാവിന്റെ ഒരു കാര്യത്തിനുമല്ല, ദീന് പറയാൻ മാത്രം. പണ്ടുണ്ടായിരുന്നു സ്ക്വാഡ് വർക്ക് എന്ന് പറഞ്ഞൊരു കാര്യം. എനിക്ക് ഓർമ്മയുണ്ടാവും, പഴയ മുജാഹിദാരിക്ക് ഓർമ്മയുണ്ടാവും സ്ക്വാഡ് വർക്ക് എന്ന് പറഞ്ഞൊരു കാര്യം. ഇന്നെവിടെ എവിടെ പോയി? സുബഹിസ്കാരം കഴിഞ്ഞാൽ ഇറങ്ങും, അല്ലെങ്കിൽ മഗ്‌രിബ് നിസ്കാരം കഴിഞ്ഞാൽ ഇറങ്ങും, നാട്ടിലേക്ക് ഇറങ്ങും, ശിർക്കിന്റെ ബിദ്അത്തിന്റെ കൂടാരങ്ങളിലേക്ക് ഇറങ്ങും, തൗഹീദ് പറഞ്ഞു കൊടുക്കും. അല്ലെങ്കിൽ പള്ളിയിൽ തൗഹീദിന്റെ ക്ലാസുകൾ വെക്കും, എന്നിട്ട് പള്ളിയിലേക്ക് ക്ഷണിക്കും, ഖുത്ബയിലേക്ക് ക്ഷണിക്കും, ജുമാ വരുന്നതും വരാതിരിക്കുന്നതും. എന്താ നമ്മുടെ പണി? എന്താ നമ്മളെ ജോലി? ആരോടെങ്കിലും സഹോദരങ്ങളെ, ഇന്നാരും തല്ലൊന്നുമില്ല. ആ കാലുണ്ടായിരുന്നു, ഇടിച്ച് കാണയിലിട്ട കാലുണ്ടായിരുന്നു. പണ്ഡിതന്മാർ, ഇസ്ലാഹി പണ്ഡിതന്മാരെ, സലഫി പണ്ഡിതന്മാർ ഈ കേരളക്കരയിൽ ഇടിച്ച് തല്ലി, കയ്യും കാലൊടിച്ച് കാണയിൽ തല്ലിയ കാലഘട്ടമുണ്ടായിരുന്നു. സയ്യിദ് മൗലവിയെ പോലുള്ള റഹ്മത്തുള്ളാഹി പോലുള്ള പണ്ഡിതന്മാർ. ആ പണ്ഡിതന്മാരുടെ, ആ ധീര രക്തസാക്ഷികളുടെ ചോരയിലാണ് ഇന്ന് നമ്മൾ എഴുന്നേറ്റ് നിന്ന് തൗഹീദ് പറയുന്നത്. ഇന്ന് നമുക്ക് എവിടെയും പോകാം, ഇന്ന് ആരോടും പറയാം. എന്തുമുണ്ട്? സമ്പത്തുണ്ട്, ആളുണ്ട്, പക്ഷെ നമുക്ക് മനസ്സില്ല, സിദ്ഖില്ല. സിദ്ഖ് നഷ്ടപ്പെട്ടു. ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉണ്ട്, തൗഹീദ് ഉണ്ട്, പക്ഷെ സിദ്ഖില്ല. പള്ളിയുണ്ട്, പട്ടച്ചാരുണ്ട്, എല്ലാം ഉണ്ട്, പക്ഷെ സിദ്ഖില്ല, ശുറൂത്തുകളൊന്നുമില്ല. അല്ലാഹു പറയും അവരുടെ സിദ്ഖ് ഉപകാരപ്പെടുന്ന ഒരു ദിവസം ഇന്നും നാളെയൊന്നുമല്ല. ഒന്നും പ്രതീക്ഷിക്കണ്ട, ആരുണ്ടാവുന്ന പ്രതീക്ഷിക്കണ്ട. ഇന്നും നാളെയൊന്നുമല്ല, മറിച്ച് ഖിയാമത്ത് നാളിന്റെ ഒരു ദിവസം അല്ലാഹ് പറയുന്ന വാക്കാണ്, നിങ്ങൾ ദുനിയാവിൽ എനിക്ക് വേണ്ടി, എന്റെ ദീനിന് വേണ്ടി, തൗഹീദിന് വേണ്ടി, സുന്നത്തിന് വേണ്ടി, ഖുർആനിന് വേണ്ടി നിങ്ങൾ സഹിച്ചില്ലേ, നിങ്ങൾ പോയില്ലേ, നിങ്ങൾ കണ്ടില്ലേ, നിങ്ങളുടെ പണം മുടക്കി നിങ്ങൾ പലതും നിങ്ങൾ ചെയ്തില്ലേ, ആ ചെയ്തി ഉപകാരപ്പെടുന്ന ദിവസം ഇന്നാണ്. സന്തോഷിക്കാം, അവർക്ക് സന്തോഷിക്കാം. ലഹും ജന്നാത്തുൻ തജ്രി മിൻ തഹ്തിഹാ അൽ-അൻഹാർ ഖാലിദീന ഫീഹാ അബദാ. എന്നെന്നും അവർ സ്വർഗ്ഗത്തിൽ ശാശ്വതരായിരിക്കും. താഴ്ഭാഗത്തുകൂടി കണ്ടു കഴിഞ്ഞാൽ ഇങ്ങനെ ഇളം അരുവികൾ, സ്വച്ഛന്തം ഒഴുകിക്കൊണ്ടിരിക്കുന്ന അരുവികളുള്ള ആരാമങ്ങൾ മുവഹ്ഹിദുകളെ, മുഅ്മിനീങ്ങളെ, നിങ്ങൾക്കുള്ളതാണ്. അത് ഒരു സംഘടനയിൽ ഇങ്ങനെ രജിസ്ട്രേഷൻ കാണിച്ചു കൊടുക്കാനല്ല, അവിടെ മെമ്പർഷിപ്പ് കാണിച്ചു കൊടുത്ത ചെയ്യാൻ പ്രവർത്തിക്കണം.
ബുദ്ധിമുട്ടണം, ചെല്ലണം, സംസാരിക്കണം, പറയണം. നമ്മളെ പറ്റി ആലോചിച്ചാൽ മതി. ഉണ്ടോ? ഖുർആൻ വീണ്ടും പറയുന്നത്, അല്ലയോ വിശ്വാസികളെ, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിച്ച മനുഷ്യന്മാരെ, അല്ലാഹുവിനെ നിങ്ങൾ ഭയപ്പെട്ട മനുഷ്യന്മാരെ, സ്വാദിഖീങ്ങളുടെ കൂടെ നിങ്ങൾ ആവുകയും ചെയ്യുക. ഇന്ന് മിണ്ടണ സ്വാദിഖീങ്ങളുടെ കൂടെ മിണ്ടുന്നില്ല ആരുമില്ല. സത്യസന്ധന്മാരുടെ കൂടെ, തൗഹീദ് പറയുന്നവരുടെ കൂടെ, സുന്നത്തിലേക്ക് വിളിക്കുന്നവരുടെ കൂടെ, ഖുർആനിലേക്ക് വിളിക്കുന്നവരുടെ കൂടെ ആരാ ഉള്ളതെന്ന്? ആരുമില്ല. അല്ലാഹു പറഞ്ഞു, സത്യവാന്മാരുടെ കൂടെ നിങ്ങളാകണം, അവരുടെ കൂടെ നിങ്ങൾ നിൽക്കണം. എല്ലാ സഹായവും പിന്തുണയും പ്രോത്സാഹനവും സർവ്വതും സ്വാദിഖീങ്ങൾക്ക് നിങ്ങൾ ചെയ്തു കൊടുക്കണം. നിങ്ങൾ അങ്ങനെ അവരുടെ കൂട്ടത്തിലാകണം. ദീനുണ്ടാവുള്ളൂ നാട്ടില്, വീട്ടില് ദീനുണ്ടാവുള്ളൂ, കുടുംബത്തിന് ദീനുണ്ടാവുള്ളൂ. അല്ലെങ്കിൽ ഇപ്പൊ എന്ത് പറ്റി? വിവാഹങ്ങളൊക്കെ ആഭാസങ്ങളായി മാറിയില്ലേ, തോന്യാസങ്ങളായി മാറിയില്ല. മുസ്ലിം വിവാഹങ്ങൾ ആർഭാടത്തിന്റെ ധൂർത്തിന്റെ കളികളായി മാറിയില്ലേ മുസ്ലിം വിവാഹങ്ങൾ? ഏതൊക്കെ മൂലകളിലും, സർവമാന മൂലകളിലും കഞ്ചാവിന്റെയും ലഹരിയുടെയും MDMന്റെയും പിടുത്തത്തിലായില്ലേ മുസ്ലിം യുവതലമുറകൾ? എന്തുകൊണ്ട് പള്ളിയായി പ്രവർത്തിക്കുന്നില്ല, മദ്രസയായി പ്രവർത്തിക്കുന്നില്ല, ദഅവത്ത് നടക്കുന്നില്ല, തൗഹീദിലേക്ക് വിളിക്കുന്നില്ല, സുന്നത്ത് പറയുന്നില്ല, ഖുർആൻ കൽപ്പിക്കപ്പെടുന്നില്ല, ഖുർആൻ പഠിപ്പിക്കപ്പെടുന്നില്ല, ഖുർആനിന്റെ ക്ലാസുകളില്ല, ഖുർആനിന്റെ ദുറൂസുകൾ പള്ളിയിലോ നാട്ടിലോ വീട്ടിലോ എവിടെയില്ല. നമ്മുടെ പള്ളിയിലുണ്ടായിരുന്നു നിർത്തി. ഞാൻ 3-4 ആഴ്ച മുമ്പ് വന്നപ്പോ ഖുർആൻ ക്ലാസ് മോളിൽ വെച്ച ഖുർആൻ ക്ലാസ്സിൽ എത്ര ആളുണ്ടായിരുന്നു? 3 ആള് നിർത്തി. എനിക്കൊരു പണിക്ക് വേണ്ടിയിട്ട് അതിന്റെ ആവശ്യമൊന്നുമില്ല. എനിക്കൊരു ജോലിക്ക്, ഒരു വരുമാനത്തിന് വേണ്ടിയിട്ട് ഒരു ക്ലാസ്, അതിന്റെ ആവശ്യമില്ല. 3 ആള്, ഇത്രയും ആളുകൾ ഉള്ള ഒരു സ്ഥലത്ത് ഒരു ഖുർആൻ ക്ലാസ്. നമ്മൾ ബാധ്യസ്ഥരാണ് മനുഷ്യന്മാരെ. അള്ളാഹുവോട് നമ്മൾ നാളെ സമാധാനം പറയേണ്ടി വരും. അല്ലാഹു തആലയോട് നമ്മൾ നാളെ സമാധാനം പറയേണ്ടി വരുമെന്ന കാര്യം ഉറപ്പാണ്. പിന്നെന്തിനാ ജീവിതം? പിന്നെന്തിനാ പള്ളി? പിന്നെന്തിനാണ് ആരോഗ്യം? പിന്നെന്തിനാണ് ഈ കണ്ണ്? പിന്നെന്തിനാണ് ഈ കാഴ്ച? പിന്നെന്തിനാണ് ഈ കൈകാലുകൾ? നാളെ ഇല്ലാത്ത ഈ ആഫിയത്ത്. ഈ പറയുന്ന എനിക്കും നാളെ ഇല്ല ഈ ആഫിയത്ത്. നാളെ നമ്മൾ കിടപ്പിലാണ്. കഴിഞ്ഞ 10 വർഷം, കഴിഞ്ഞ 5 വർഷം, കഴിഞ്ഞ 1 വർഷം നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന പല ആളുകളും, എന്റെ കൂടെ ഉണ്ടായിരുന്നവരെ പറ്റി ഞാൻ ആലോചിക്കുന്നു, നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നവരെ പറ്റി നിങ്ങൾ ആലോചിക്കും. പ്രധാനപ്പെട്ട ഒരുപാട് ആളുകൾ മരണപ്പെട്ടു, കാണാനില്ല. എന്നേക്കാൾ ആരോഗ്യം ഉണ്ടായിരുന്ന ആളുകൾ ഇന്ന് കാണാനില്ല. നമ്മളെക്കാൾ ഭംഗിയുണ്ടായിരുന്ന ആളുകൾ, സമ്പത്തുണ്ടായിരുന്ന ആളുകൾ, കച്ചവടം ചെയ്തിരുന്ന ആളുകൾ, വലിയ ദുനിയാവിന്റെ കാര്യങ്ങളിൽ ഓടി നടന്നിരുന്ന ആളുകൾ ഇന്ന് കാണാനില്ല. അടുത്ത വർഷത്തേക്കുള്ള ഇരകളാണ് നമ്മൾ. അടുത്ത വർഷത്തേക്കുള്ള ഇരകളാണ് നമ്മൾ ഓരോരുത്തരും. അള്ളാഹ്ക്കറിയില്ല, ഉറപ്പാണ്, എല്ലാവരും പോകുമെന്ന് ഉറപ്പാണ്. ആ ഡേറ്റ് ഏതാണ്, ആദ്യം ആരാണ്, അത് മാത്രം അറിയില്ല. പ്രായമൊന്നുമില്ല. പ്രായമുള്ളവരെയൊക്കെ നമ്മൾ നോക്കിയിട്ടൊന്നും കാര്യമൊന്നുമില്ല, പ്രായമൊന്നുമില്ല. ഇന്ന് നമ്മുടെ പ്രായമുള്ള ആളുകൾ 20, 22, 25, 30 വയസ്സുള്ള ആളുകൾ പെട്ടെന്ന് ഒരു തലവേദന വന്നു, അല്ലെങ്കിൽ തലകറങ്ങി വീണു, അല്ലെങ്കിൽ ഒരു നെഞ്ചുവേദന വന്നു കഴിഞ്ഞു പോകുന്ന അവസ്ഥയാണ്. എന്തിനാണ് ദുനിയാവെന്നൊരു പിടുത്തം കിട്ടാത്ത അവസ്ഥ? എന്തിനാണ് ദുനിയാവ്? ദുനിയാവ് പരീക്ഷണത്തിന് വേണ്ടി മാത്രമാണ്, അള്ളാഹുവിനെ തിരിച്ചറിയുന്നതിന് വേണ്ടി മാത്രമാണ്. എല്ലാ നബിമാരെ പറ്റി അള്ളാഹ് പറഞ്ഞ സുദുക്കിന് ജീവിതം കൊണ്ട് കളവാക്കാത്ത ആളുകളാണ്. പറയുന്ന കാര്യങ്ങൾ, വിശ്വസിച്ചു എന്ന് പറയുന്ന കാര്യങ്ങൾ, എഴുതി കൊടുത്ത കാര്യങ്ങൾ, അള്ളാഹുവിനോട് വാഗ്ദാനം ചെയ്യുന്ന കാര്യങ്ങൾ ജീവിതം കൊണ്ട് കളവാക്കാത്ത ആൾ. സൂറത്ത് യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമയെ പറ്റി അള്ളാഹ് പറയുന്ന വാക്കുണ്ട്. അവന് വിളിച്ചതാ ആര്? നാട്ടുകാരെ വിളിച്ചതാ. യൂസുഫ് ജയിലിലുണ്ടായിരുന്ന ജയിൽ പുള്ളികൾ കുറച്ചു നാളെ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമയുടെ കൂടെ അവർ കഴിഞ്ഞിട്ടുള്ളൂ. ആ കുറച്ചു നാള് കഴിഞ്ഞത് കൊണ്ട് അവർക്ക് മനസ്സിലായി, ഈ ആള് സത്യത്തിന് വില കൊടുക്കുന്ന മനുഷ്യനാണ്, സത്യത്തിന്റെ കൂടെ നിൽക്കുന്ന മനുഷ്യനാണ് എന്ന് യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമയെ കുറച്ചു മാസങ്ങൾ കൊണ്ട് അവർ മനസ്സിലായി. നമ്മുടെ ജീവിതം കൊണ്ട് ആർക്ക് മനസ്സിലായി മനുഷ്യന്മാരെ തൗഹീദ്? ആർക്ക് മനസ്സിലായി മനുഷ്യന്മാരെ സുന്നത്ത്? ആർക്ക് മനസ്സിലായി? ആര് ഇസ്ലാമിനെ മനസ്സിലാക്കി? നമ്മുടെ ജീവിതം കൊണ്ട്, നമ്മുടെ വാക്ക് കൊണ്ട്, നമ്മുടെ പെരുമാറ്റം കൊണ്ട്, നമ്മുടെ സ്വഭാവം കൊണ്ട് ഒരാൾ ഇസ്ലാമിനെ മനസ്സിലാക്കിയിട്ടുണ്ടോ? എന്തൊരു സുന്ദരമായ മതമാണ് ഇസ്ലാം!
എന്റെ മുതലാളി മുസ്ലിമാണ്, എത്ര നല്ല സ്വഭാവമാണ്. എന്റെ കടയിൽ നിൽക്കുന്ന ആ പയ്യൻ മുസ്ലിമാണ്, എത്ര നല്ല സ്വഭാവമാണ്. ഇതാണ് ഇസ്ലാം. എന്റെ അയൽവാസി മുസ്ലിമാണ്, എത്ര നല്ല സ്വഭാവമാണ് അവന്. ഞാൻ പോകുന്ന ബസ്സിലെ കണ്ടക്ടർ മുസ്ലിമാണ്, എത്ര നല്ല സ്വഭാവമാണ് അവന്. ഒരാള് നമ്മളെ പറ്റി പറയുന്നുണ്ടോ സഹോദരങ്ങളെ? യൂസുഫ് അയ്യുഹ സിദ്ദീഖു അഫ്തിന, അല്ലയോ സത്യസന്ധ, ഞങ്ങൾക്ക് പറഞ്ഞുതരൂ, ഞങ്ങളൊരു സ്വപ്നം കണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ജയിൽ പുള്ളികൾ യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാമയെ സിദ്ദീഖ് എന്നുള്ളതിന് വലിയ മതിപ്പുണ്ട്, വലിയ മഹത്വമുണ്ട്. والذين آمنوا بالله ورسله أولئك هم الصديقون والشهداء عند ربهم. അല്ലാഹു വിശ്വസിച്ച ആളുകൾ, റസൂൽ വിശ്വസിച്ച ആളുകൾ, അവരാണ് സിദ്ദീഖീങ്ങൾ. വശുഹദാഉ ഇൻദ റബ്ബിഹിം, അല്ലാഹുവിന്റെ അടുക്കൽ ശുഹദാക്കൾ അവരാണ്. സത്യസന്ധരായി തൗഹീദിനും ദീനിനും സുന്നത്തിൽ ഖുർആനിനും വേണ്ടി ജീവിതം ഒഴിഞ്ഞു വെച്ച ആളുകൾ. എന്തിനാ പണിയെടുക്കുന്നത്? ഖുർആനിന് വേണ്ടിയിട്ട്. എന്തിനാ ജോലി എടുക്കുന്നത്? ഖുർആന് വേണ്ടിയിട്ട്. എന്തിനാ കച്ചവടം ചെയ്യുന്നത്? ഖുർആന് വേണ്ടിയിട്ട്. എന്താണ് ജീവിതത്തിന്റെ ലാഭം? ജീവിതം അവസാനിക്കുന്ന സമയത്ത് തിരിഞ്ഞു നോക്കുമ്പോൾ എന്താണ് ജീവിതത്തിലെ ലാഭം? ജീവിതത്തിലെ ലാഭം ദീനാണ്. ജീവിതത്തിലെ ലാഭം എന്ന് പറയുന്നത് തൗഹീദാണ്. ജീവിതത്തിലെ ലാഭം എന്ന് പറയുന്നത് സുന്നത്താണ്. നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇന്നൽ മുസ്വദ്ദിഖീന വൽ മുസ്വദ്ദിഖാതി വഅഖറദുല്ലാഹ ഖർദൻ ഹസന യുളാഅഫു ലഹും വലഹും അജ്റുൻ കരീം. തീർച്ചയായും മുതസദ്ദിഖീങ്ങളായ ആളുകൾ, മുതസദ്ദിഖാത്തുകളായ സ്ത്രീകൾ, വഅഖറദുല്ലാഹ ഖർദൻ ഹസന, അല്ലാഹുവിന് കടം കൊടുത്ത ആളുകൾ, യുളാഅഫു ലഹും, അവർക്ക് ഇരട്ടിയായി അല്ലാഹു തആല അവർക്ക് കൊടുക്കും. വലഹും അജ്റുൻ കരീം, കരീമായ മാന്യമായ ശ്രേഷ്ഠമായ പ്രതിഫലം അവരെ സ്വർഗ്ഗത്തിൽ നാളെ കാത്തിരിക്കുന്നുണ്ട് അവർക്ക്. വല്ലദീന ജാഅ ബിസ്സുദിഖി വസദ്ദഖ ബിഹി, സുദ്ഖ് കൊണ്ടുവന്ന ആളുകൾ, ആ സുദ്ഖിനെ സത്യപ്പെടുത്തിയ ആളുകൾ, ഉലൈക ഹുമുൽ മുത്തഖൂൻ, അവരാണ് തഖ്വയുള്ള മനുഷ്യന്മാർ, അവരാണ് തഖ്വയുള്ള മുത്തഖീങ്ങൾ. വദകുറു ഫിൽ കിതാബി ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമയെ പറ്റി കിതാബിൽ നീ വായിക്കണം. നമ്മൾ വായിക്കുന്നുണ്ടോ? ഖുർആനിൽ നീ വായിക്കണം. ഇന്നഹു കാന സിദ്ദീഖൻ നബിയ്യ, അദ്ദേഹം സിദ്ദീഖായിരുന്നു. സിദ്ദീഖ് വേണം. ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഈമാനിന്റെ കൂടെ സിദ്ദീഖ് വേണം. ജീവിതത്തിൽ സിദ്ദീഖ് ഉണ്ടാകണം. വദകുർ ഫിൽ കിതാബി ഇദ്രീസ്, ഇദ്രീസിനെ പറ്റി കിതാബിൽ നീ ഓർക്കണം, വായിക്കണം, പഠിക്കണം. ഇന്നഹു കാന സിദ്ദീഖൻ നബിയ്യ, അദ്ദേഹം സിദ്ദീഖും നബിയുമായിരുന്നു. നബി എന്നതിന്റെ മുമ്പിലാണ് സിദ്ദീഖ് എന്ന് പറഞ്ഞത്. അതിനെപ്പറ്റി വേറെ ചർച്ച. തഫ്സീർ നബി എന്ന് പറയുന്നതിന്റെ മുന്നിട്ട് സിദ്ദീഖ് എന്ന് പറഞ്ഞത്, അതിന്റെ ചർച്ചകളും നമുക്ക് കാണാനായിട്ട്. ഇസ്മാഈലിനെ പറ്റി കിതാബിൽ നീ വായിക്കണം. ഇന്നഹു കാന സ്വാദിഖൽ വഅദി വകാന റസൂലൻ നബിയ്യ, സ്വാദിഖൽ വഅദായിരുന്നു അദ്ദേഹം. കരാറുകൾ പൂർത്തീകരിക്കും. അല്ലാഹുവോട് ചെയ്ത, ജനങ്ങളോട് ചെയ്ത, മനുഷ്യരോട് ചെയ്ത, സൃഷ്ടാവിനോട് ചെയ്ത കരാറുകൾ, വാഗ്ദാനങ്ങൾ പൂർത്തീകരിക്കുന്ന, സത്യപ്പെടുത്തുന്ന, വായിൽ നിന്ന് വരുന്ന കാര്യങ്ങൾ, എഴുതി ഒപ്പിട്ട് കൊടുത്ത കാര്യങ്ങൾ സത്യപ്പെടുത്തുന്ന ആളായിരുന്നു ഇസ്മാഈൽ അലൈഹിസ്സലാത്തു വസ്സലാം. മൽ മസീഹ് ഇബ്നു മറിയമ ഇല്ലാ റസൂലുൻ ഖദ് ഖലത് മിൻ ഖബ്ലിഹി റുസുൽ വഉമ്മുഹു സിദ്ദീഖ. ഈസാ അലൈഹിസ്സലാത്തു വസ്സലാമയെ പറ്റി പറഞ്ഞിട്ട് അല്ലാഹു പറയുന്നു വഉമ്മുഹു, അദ്ദേഹത്തിന്റെ ഉമ്മ, ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ ഉമ്മ സിദ്ദീഖയായിരുന്നു. അവരും ദീനിന്റെ കാര്യത്തിൽ, തൗഹീദിന്റെ കാര്യത്തിൽ സിദ്ദീഖയായിരുന്നു. സൂറത്ത് ഇസ്രായേലിൽ പ്രാർത്ഥന പഠിപ്പിക്കുന്നുണ്ട്. വഖുൽ, നീ പ്രാർത്ഥിക്കണം, റബ്ബി അദ്ഖിൽനി മുദ്ഖല സിദ്ദീഖ, ഒരു സിദ്ദീഖിന്റെ വാതിലിലൂടെ എന്നെ പ്രവേശിപ്പിക്കണം റബ്ബേ. വഅഖ്രിജ്നി മുഖ്റജ സിദ്ദീഖ, സിദ്ദീഖിന്റെ വാതിലിലൂടെ തന്നെ എന്നെ പുറപ്പെടുവിക്കുകയും ചെയ്യണമേ എന്ന് നരകവാസികളായ ആളുകളെ സംബന്ധിച്ച് ചോദിക്കുന്നുണ്ട് നരകത്തിൽ. അപ്പോൾ അവർ പറയും ഫലാ സുദ്ദഖ വലാ സ്വല്ലാ, ഫലാ സുദ്ദഖ വലാ സ്വല്ലാ, ഞങ്ങൾ ദീന് സത്യപ്പെടുത്തിയില്ല, ഞങ്ങൾ തൗഹീദ് സത്യപ്പെടുത്തിയില്ല, സുന്നത്തുകളൊന്നും സത്യപ്പെടുത്തിയില്ല, ഞങ്ങളുടെ ജീവിതത്തിൽ ദീനുണ്ടായിരുന്നില്ല, സുന്നത്തുണ്ടായിരുന്നില്ല, ദീനിന്റെ ഇസ്ലാമിക ശരീഅത്തിന്റെ യാതൊരു അടയാളങ്ങളും ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നില്ല. ഫലാ സുദ്ദഖ വലാ സ്വല്ലാ, ഞങ്ങൾക്ക് നിസ്കാരം ഉണ്ടായിരുന്നില്ല എന്ന് പറയും. നമ്മൾ മനസ്സിലാക്കണം.
ഇനി അല്ലാഹു തആല പറയുന്നു മിനൽ മുഅ്മിനീന റിജാലുൻ സ്വദഖൂ മാ ആഹദു, അല്ലാഹുവിനോട് അവർ കരാർ ചെയ്ത കാര്യങ്ങൾ അത് സ്വദഖൂ, അത് സത്യപ്പെടുത്തുന്ന ആളുകൾ മുഅ്മിനീങ്ങളിലുണ്ട്, സത്യവിശ്വാസികളിലുണ്ട് എന്ന് പറയുന്നത് നമ്മൾ ആലോചിക്കണം. എത്രമാത്രം ശോചനീയമാണ് ദീനുമായുള്ള നമ്മുടെ ബന്ധം എന്ന് നമ്മളൊന്ന് ആലോചിക്കണം. നമ്മൾ പള്ളിയിൽ ഇങ്ങനെ കയറുമ്പോൾ തന്നെ പള്ളിയിൽ ഉള്ളത് ഇപ്പൊ തന്നെ പള്ളിയിലെ ആള് വളരെ വളരെ കുറഞ്ഞ ഒരു പള്ളിയാണ്. പള്ളിയിൽ ഉണ്ടായിരുന്നത് അങ്ങനെ ഒരു സഫിൽ ഇരിക്കാൻ മാത്രമുള്ള ആളുകളെ ഇമാമ് മിമ്പറിന്റെ മുകളിൽ കയറുമ്പോഴുള്ളൂ. അത്രത്തോളം ഉള്ളൂ നമ്മുടെ ദീനൊക്കെ. വെള്ളിയാഴ്ചയായിട്ട് വദറുൽ ബൈ എന്ന് ഖുർആൻ പറഞ്ഞു. നമ്മൾ കേൾക്കുന്നു, വായിക്കുന്നു, പഠിക്കുന്നു, പക്ഷെ ജീവിതത്തിലില്ല. ഇദാ നൂദിയ ലിസ്വലാത്തി മിൻ യൗമിൽ ജുമുഅ ഫസ്ഔ ഇലാ ദിക്രില്ലാഹി വദറുൽ ബൈ. നിങ്ങൾ കച്ചവടം നിർത്തിവെച്ചുകൊണ്ട് അല്ലാഹുവിന്റെ സ്മരണയിലേക്ക് നിങ്ങൾ വെള്ളിയാഴ്ച പോകണം എന്ന് പറഞ്ഞു. നല്ല മനുഷ്യന്മാര് വെള്ളിയാഴ്ച കച്ചവടം ചെയ്യാറില്ല. കാരണം വെള്ളിയാഴ്ച ഇബാദത്തിന് വേണ്ടി നിൽക്കും. ഇനി വേണ്ട, അത് നിർബന്ധമല്ല. ആ ഒരു സമയത്ത് ഒരു 10 മണിയാവുമ്പോ ആ കച്ചവടം കാര്യങ്ങളൊക്കെ ഒന്ന് ഒതുക്കിയിട്ട് കുളിച്ചു വന്ന് റെഡിയായി ഒന്ന് കൃത്യമായി നേരത്തെ പള്ളിയിലെത്താൻ അതുണ്ടോ? ഇല്ല. നിങ്ങളെ കാര്യമില്ലട്ട. ഈ സമുദായത്തിന്റെ മഹാഭൂരിപക്ഷത്തിന്റെയും അവസ്ഥ ഇതന്നെയല്ലേ നമ്മൾ ആലോചിക്കണം. 10 മണി തൊട്ട് 11 മണിക്ക് അവസാനിപ്പിക്കാം, 11:30 അവസാനിപ്പിക്കുക, 12 മണിക്കെങ്കിലും അവസാനിപ്പിക്കുക. കച്ചവടം കട പൂട്ടുക, കാര്യങ്ങൾ പോയിട്ട് പള്ളിയിലേക്ക് നേരത്തെ വന്നിരിക്കുക, ഒന്നും കൊടുക്കണ്ട. അതിന് പോലും മനുഷ്യന്മാരെ നമ്മൾ തയ്യാറല്ല. പിന്നെ അവിടെ സിദ്ഖ്, പിന്നെ അവിടെ സത്യസന്ധത, സത്യമായ കാര്യം എവിടെ? ഞാൻ ഈ ദീന് സത്യമാണ്, റസൂൽ പറഞ്ഞത് സത്യമാണ്, ഖുർആൻ പറഞ്ഞത് സത്യമാണ് എന്ന് നാവ് കൊണ്ട് പറയുന്ന നമ്മൾ ജുമായുടെ അവസ്ഥ പോലും എന്താണ് നമ്മുടെ അവസ്ഥ എന്ന് നമ്മൾ വളരെ ശോചനീയമാണ്. സിദ്ഖില്ല സഹോദരങ്ങളെ. തൗഹീദുണ്ട്, പക്ഷേ ലാ ഇലാഹ ഇല്ലല്ലാഹ്, പക്ഷേ അതിന്റെ ശുറൂത്തുകൾ ഓരോന്നും അഴിച്ച് നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ വേറൊരാളെ നമ്മൾ പരിശോധിക്കാൻ നമ്മൾ ആളല്ല. ഒരാളെ വിചാരണ ചെയ്യേണ്ടവൻ ആരാണ്? അത് അല്ലാഹുവാണ്. നമ്മളെ വിചാരണ ചെയ്താൽ മതി. ഹാസിബു അൻഫുസകും ഖബല അൻ തുഹാസബു. നിങ്ങൾ നിങ്ങളെ തന്നെ വെച്ചുകൊണ്ട് നിങ്ങൾ വിചാരണ ചെയ്യാനാണ് നമ്മൾ പഠിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. മറ്റുള്ളവരെ വിചാരണ ചെയ്യാൻ നമ്മൾ റെഡിയാണ്. ആ വിചാരണ ഈ വിചാരണ നമ്മളിലേക്ക് ഈ ദീന് വെച്ചുകൊണ്ട് ദീനിന്റെ ഓരോ കാര്യങ്ങളും വെച്ച് പരിശോധിച്ച് ഞാൻ അവിടെ നിൽക്കുന്നു, എന്റെ ജീവിതത്തിൽ ആ സുന്നത്തുണ്ടോ, സത്യസന്ധത ദീനിനോട്, തൗഹീദിനോട്, ഖുർആനിനോട്, സുന്നത്തിനോട് ഉണ്ടോ എന്ന് നമ്മൾ ഓരോരുത്തരും പരിശോധിക്കാൻ നമുക്ക് ബാധ്യതയുണ്ട്. അങ്ങനെ പരിശോധിച്ച് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാകും അല്ലാഹു സുബ്ഹാനഹു വ തആല ആദ്യം പറഞ്ഞ ആ ആയത്തുണ്ടല്ലോ, അഹസിബന്നാസ് അയ്യുത്രകു അയ്യഖൂലു ആമന്നാ വഹും ലാ യുഫ്തനൂൻ. അവർ പറഞ്ഞത് സത്യമാണോ എന്ന് പരീക്ഷിക്കാതെ ഞാൻ അവരെ സ്വർഗ്ഗത്തിലേക്ക് കയറ്റുകയില്ല, അവർ വിടപ്പെടുകയില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ ആ സ്വർഗ്ഗത്തിൽ ഞാൻ ഉണ്ടാവോ എന്ന് ഓരോരുത്തർക്കും ചിന്തിക്കാനും പേടിക്കാനും ഭയപ്പെടാനും സാധിക്കും. ഈ ഒരു കാര്യം നമ്മൾ ഉൾക്കൊണ്ട് കഴിഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സുദ്ഖ് ഉള്ള മറ്റെല്ലാ നിബന്ധനകളും ഉള്ള തൗഹീദ്, യഥാർത്ഥമായ ഈമാൻ നമുക്കും നമ്മുടെ മക്കൾക്കും നൽകി അനുഗ്രഹിക്കുമാറാണ്.